മലയാള സാഹിത്യത്തിലെ ഇതിഹാസ തുല്യമായ കൃതി രണ്ടാമൂഴം ബിഗ് സ്ക്രീനിലേക്ക് എത്തുന്നു. എം.ടി. വാസുദേവൻ നായരുടെ മകൾ അശ്വതി നായരാണ് നിർണായക വിവരങ്ങൾ പങ്കുവച്ചത്. 2026-ൽ ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് അവർ അറിയിച്ചു. തികച്ചും പുതുമയുള്ള ഒരു അവതരണമായിരിക്കും ചിത്രത്തിന്റേതെന്നാണ് സൂചന. എം.ടി. തന്നെ തിരക്കഥ ഒരുക്കുന്ന ഈ സിനിമ ഇന്ത്യൻ സിനിമാ ലോകം ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. പ്രശസ്തരായ താരങ്ങളും അണിയറ പ്രവർത്തകരും ഭാഗമാകുന്ന ഈ ബിഗ് ബജറ്റ് ചിത്രം മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ഒന്നായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ചിത്രത്തിന്റെ സംവിധായകനെക്കുറിച്ചും മറ്റ് അഭിനേതാക്കളെക്കുറിച്ചുമുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടും. രാജമൗലി ഈ ചിത്രം സംവിധാനം ചെയ്യുമെന്നും മോഹൻലാൽ അഭിനയിക്കുമെന്നുമെല്ലാം പ്രചരണമുണ്ട്. എന്നാൽ ഇതിലെ വിശദാംശങ്ങളൊന്നും തന്നെ അവർ പുറത്തുവിട്ടിട്ടില്ല. എം.ടി. എഴുതി പൂർത്തിയാക്കിയ വേറെ തിരക്കഥയുമുണ്ട്. രണ്ടാമൂഴത്തിന് ശേഷം അതും സിനിമയാക്കാനുള്ള നടപടികളിലേക്ക് കടക്കും. മുൻപ് ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ചില നിയമ തടസ്സങ്ങളും തർക്കങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ തടസ്സങ്ങളെല്ലാം നീങ്ങി. തികച്ചും പുതുമയുള്ള രീതിയിലാണ് ചിത്രം വിഭാവനം ചെയ്തിരിക്കുന്നത്. ഭീമന്റെ കാഴ്ചപ്പാടിലൂടെ മഹാഭാരത കഥ പറയുന്ന ഈ ചിത്രം ബിഗ് ബജറ്റിലാണ് ഒരുങ്ങുന്നത്. എം.ടിയുടെ കൃതികളെ ആസ്പദമാക്കി ഒരുക്കിയ മനോരഥങ്ങൾ എന്ന ആന്തോളജി പരമ്പരയ്ക്ക് ശേഷം അശ്വതി നായർ ഈ വലിയ പ്രൊജക്റ്റിലും സജീവമായി പിന്നിലുണ്ട്. രണ്ടാമൂഴം എം.ടി എന്ന വിഖ്യാത കലാകാരന്റെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകങ്ങളിലൊന്നാണ്. മഹാഭാരത കഥയിൽ നിന്ന് വേറിട്ട് ഭീമന് നായകവേഷം കൽപ്പിച്ചു കൊടുത്ത രണ്ടാമൂഴം അത് സിനിമയായി കാണണമെന്ന് അത്രമേൽ ആഗ്രഹിച്ചിരുന്നു എം.ടി. എന്നാൽ അത് സംഭവിച്ചില്ല. ഒരുപാട് സംവിധായകർ ആഗ്രഹിച്ച ആ തിരക്കഥ സിനിമയാക്കാൻ സംവിധായകൻ V.A. ശ്രീകുമാർ ശ്രമിച്ചു. വലിയ തർക്കത്തിലും വിവാദത്തിലും കോടതി വ്യവഹാരത്തിലുമാണ് അത് അവസാനിച്ചത്. അതിനുശേഷം തിരിച്ചു വാങ്ങിയ തിരക്കഥ മറ്റൊരാളെ ഏൽപ്പിക്കാനുള്ള വ്യഗ്രതയിലായിരുന്നു അവസാന കാലം. ഹരിഹരനെയായിരുന്നു സംവിധായകനായി ആദ്യം എം.ടി. മനസ്സിൽ കണ്ടത്. അപ്പോൾ ഭീമനായി മോഹൻലാലിന്റെ പേര് പറഞ്ഞു കേട്ടിരുന്നു. സംവിധായകർ മാത്രമല്ല, തെന്നിന്ത്യയിലെ പ്രമുഖ നിർമ്മാതാക്കളും രണ്ടാമൂഴം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നതുകൊണ്ട് തന്നെ സിനിമ അധികം വൈകാതെ യാഥാർത്ഥ്യമാകും. എന്തായാലും മോഹൻലാലിനെ തന്നെ ഭീമനായി കാണാനാണ് എം.ടി. ആഗ്രഹിച്ചിരുന്നതെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പ്രശസ്തരായ മറ്റു താരങ്ങളും അണിയറ പ്രവർത്തകരും ഭാഗമാകുന്ന ഈ ബിഗ് ബജറ്റ് ചിത്രം മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ഒന്നായിരിക്കും. ചിത്രത്തിന്റെ സംവിധായകനെക്കുറിച്ചും മറ്റ് അഭിനേതാക്കളെക്കുറിച്ചുമുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ പുറത്തുവിടും. എം.ടി. എഴുതി പൂർത്തിയാക്കിയ വേറെ തിരക്കഥയുമുണ്ട്. രണ്ടാമൂഴത്തിന് ശേഷം അതും സിനിമയാക്കാനുള്ള നടപടികളിലേക്ക് കടക്കും. മുൻപ് ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ചില നിയമ തടസ്സങ്ങളും തർക്കങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ തടസ്സങ്ങളെല്ലാം നീങ്ങി.